കാണുന്ന ഈ കറുത്തൊരു പോർഷനാണ് ഞാൻ നട്ടത് കേട്ടോ. ചെറിയൊരു പീസാണ് ആ ബാസ്ക്കറ്റ് നട്ടത്. എന്നിട്ട് നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ ഇത് വലിയൊരു തടമൊക്കെ എടുത്തിട്ടാൽ നമുക്ക് തരക്കെടില്ലാത്ത രീതിയിൽ ഒരു 5 കിലോ ഒക്കെ എടുത്ത് കിട്ടുമായിരിക്കും കേട്ടോ. നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തടമൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് നടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും സാധിക്കുമല്ലോ. ഇത് വളർത്തി നോക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് മണ്ണൊരു വിഷയമല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ചുവന്ന മണ്ണ് കറുത്ത മണ്ണ് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നടുമ്പം പോട്ട് മിക്സൊക്കെ മിക്സ് ചെയ്താണല്ലോ നടുന്നത്. ചാണകപ്പൊടിയും വളമൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് പച്ചില വളമൊക്കെ നല്ല എഫക്റ്റീവാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ചാണകവെള്ളമാണ് കേട്ടോ. ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇതിന് കൂടുതൽ ചെനപ്പുകൾ പൊട്ടുകയും അതിൻ്റെ അടിയിൽ ഇതിൻ്റെ കാണ്ടം നല്ലോണം സ്പ്രെഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ, അത് പുളിപ്പിച്ചിട്ട് കൊടുക്കാം. അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ്. ഞാൻ ഇച്ചിരി കരിയില കമ്പോസ്റ്റൊക്കെ